നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ അവർ വിവിധങ്ങളായ പരിപാടികളുമായി രംഗത്ത് വരാൻ വേണ്ടി പത്രസമ്മേളനമൊക്കെ നടത്തി റെഡിയായി ഒക്കെ ഇരിക്കുകയാണ്. അവരുടെ നേതാവ് അഭിജിത്ത് ദീപ് കെ അവിടെ നിന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മണിക്കൂറിലൊരു കാർഡ് കണ്ടു. CJPക്ക് ഫണ്ടിങ് ആവശ്യമില്ല, യുവാക്കൾ സ്വന്തം ചെലവിൽ സമരത്തിനെത്തും. ഞാനത് കേട്ടപ്പോൾ നമ്മുടെ തബ്ലീഗുകാരെ കുറിച്ച് ഓർത്തുപോയി. ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗത്തിൽ ഒരു ഗ്രൂപ്പുണ്ടല്ലോ, അവരിതുപോലെയാണ്. അവർ മാത്രമേ ഉള്ളൂ അങ്ങനെ വേറെ ആരെയും ഇറങ്ങി പിരിക്കാത്തവർ എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. കാരണം എന്നെ വേറെ എല്ലാവരും പല ആവശ്യങ്ങൾക്കും സമീപിച്ചിട്ടുണ്ട്, ഇവർ സമീപിച്ചിട്ടില്ല, ഒന്നിനും സമീപിക്കാറില്ല. അവരവരുടെ കാശിട്ട് അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ സ്വയം എടുത്ത് അവർ ചിലവാക്കി എല്ലാ പരിപാടികളും ഗംഭീരമായി നടത്തുന്നു. അവരതിൻ്റെ ചിലവ് കാശെടുത്ത് ജമാഅത്തിൽ പോകുന്നു, അവർ വണ്ടിക്കൂലി എടുത്ത് എല്ലായിടവും പോകുന്നു. എന്നാൽ ഞങ്ങൾ ഈ ഭൂമിയിൽ മുഴുവൻ നന്മയും സ്വർഗവും സൃഷ്ടിക്കാനും തൗഹീദിലേക്ക് ഇസ്ലാമിലേക്ക് സ്വർഗത്തിലേക്ക് എന്നൊന്നും പറയുന്ന ക്യാപ്ഷനൊക്കെ നൽകി അതെല്ലാവരുടെയും കൂടി ഒരു ബാധ്യതയാണെന്നുള്ള രീതിയിൽ അതിൻ്റെ ചിലവ് കാശൊപ്പിക്കാനൊന്നും അവരിറങ്ങാറില്ല. അതിന് ആ പ്രവർത്തനത്തിന് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഒരു 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 സ്വയം ബോധ്യവും അവർക്കൊരു സെൽഫ് കണ്ടൻറ്റും അതിലുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴയിലെ അലായിസ് അവിടെ ആഹാരം കഴിക്കാനായിട്ട് പോയപ്പോൾ അതിൻ്റെ മുതലാളി മുഹമ്മദ് ഹനീഫ് സേട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഭാര്യയുമായി ഏതോ രാജ്യത്ത് പോകുന്ന കാര്യം പറഞ്ഞു. 63-ാമത്തെയോ 62-ാമത്തെയോ അങ്ങോട്ട് രാജ്യത്താണ് പോകുന്നതെന്ന് പറഞ്ഞു. ഈ രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം കച്ചവടം ചെയ്ത കാശുമായിട്ടായിരിക്കും പോവുക. ഞാനിത് ബന്ധപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരമൊരു തീരുമാനത്തിൽ ഇവർ കുറച്ച് നിൽക്കാൻ കഴിയുകയും ഇവർ പ്രത്യേകിച്ച് പ്രസിഡൻറ്റ്, സെക്രട്ടറി, പാർലമെൻ്ററി പാർട്ടി ലീഡർ, ആ ലീഡർ, ഈ ലീഡർ എന്നൊക്കെ പറയുന്നവരെ തിരഞ്ഞെടുക്കാതിരിക്കുകയും കേരളത്തിൽ നിന്ന് ഒരുത്തനെ പോലും അടുപ്പിക്കാതിരിക്കുകയും ചെയ്താൽ ഈ മൂവ്മെൻറ്റ് ഒരു ജനാധിപത്യപരമായ സർക്കാരുകളെ തിരുത്തുന്ന ഒരു തിരുത്തൽ ശക്തിയായി തുടർന്നാൽ അതിന്ന് ഈ രാജ്യത്തെ ഏറ്റവും അനിവാര്യമായൊരു സംഗതിയാണ്. വളരെ ചെറുപ്പക്കാരുടെ ഒരു നിരയാണ്. ഈ ചെറുപ്പക്കാരുടെ നിരയിൽ എപ്പോഴും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരായ ആളുകൾ പലപ്പോഴും ഇന്നത്തെ ഈ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവരെ പോലെ വർഗീയവാദികളോ വിദ്വേഷവാദികളോ ഒരുത്തനും നന്നാവരുതെന്നും എല്ലാവരും നശിക്കണമെന്നും പറഞ്ഞ് ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു ജാതി കെട്ട ജാതി ആൾക്കാരല്ല അടുത്ത തലമുറയിലുള്ളത്. അടുത്ത തലമുറയിൽ ഈ ജാതിക്കും മതത്തിനുമൊന്നും വേർതിരിക്കാനാവാത്ത ഹൃദയബന്ധങ്ങളുള്ള, സ്നേഹബന്ധങ്ങളുള്ള, ചോദ്യങ്ങൾ ചോദിക്കുന്ന, ലോകം കണ്ടു വളർന്ന, പ്രമാണവും അതിർത്തിക്കുറ്റിയും ബാങ്ക് അക്കൗണ്ടും ഒന്നും കണ്ടു വളരുന്നവരല്ല. അതിനപ്പുറത്ത് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു ജെൻസി കാലഘട്ടമുണ്ട്. ആ ജെൻസി കാലഘട്ടത്തിൻ്റെ പ്രതീക്ഷയാണ് ഇവരെല്ലാവരും. ഇതിനകത്തൊരു ഫണ്ട് പിരിവും ഒരു കാശെടുപ്പും ഒരു സംഗതിയും ഒക്കെ ഉണ്ടായാൽ അത് മതി ഇത് നശിച്ചു പോകാൻ. പിന്നെ കുറച്ച് സംസ്ഥാന ഭാരവാഹികളല്ലാത്ത ഭാരവാഹികൾ കുറച്ച് അധികാര പ്രയോഗങ്ങളെക്കാൾ നല്ലത് താല്പര്യപ്രകാരം ഇഷ്ടത്തോടെ ഇതിലേക്ക് എത്തിച്ചേരുന്ന ഒരു ജനാധിപത്യപരമായ ഒരു മൂവ്മെൻ്റ് ആക്കി നിലനിർത്തുന്നതാണ് നല്ലത്. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു സംഘടനാ സ്വഭാവമോ ഇതിന് നൽകാതിരിക്കലാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം അല്ലെങ്കിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് പിരിച്ചുവിടേണ്ടി വരും. എല്ലാ സംഘടനകളും പിരിവിനകത്താണ് മുങ്ങിപ്പോകുന്നത്. എല്ലാ സംഘടനകളും നശിച്ചു പോകുന്നത് സ്ഥാനമാനങ്ങളിലാണ്. ഈ പറയുന്ന കുറച്ചെങ്കിലും അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കാൻ കഴിയണമെങ്കിൽ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരിക്കണം. അതാണ് ആവശ്യം. എങ്കിൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കേരളത്തിൽ നിന്ന് ഒരുത്തിനെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരു 25-30 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം ഒന്ന് എടുത്ത് നോക്കിയാൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്. കർഷക സമരം ഉണ്ടായിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി സമയത്തുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ദളിത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് മൂവ്മെൻറ്റ്സ് പലതരത്തിലുള്ളതുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം ഈ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ക്യാമ്പസുകളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? തെരുവുകളിൽ ഉണ്ടായിട്ടുണ്ടോ? വെറുതെ ബോധ്യപ്പെടുത്താൻ നടക്കുന്ന കള്ള നാണയങ്ങളായ അധികാര കൊതിയന്മാരായ വല്ലവും ആഹരിക്കുന്നതിൽ മാത്രം ഇഷ്ടമുള്ള ഒരു ജനതയാണ് ഈ കേരളത്തിലുള്ളത്. നല്ല സുഖിമാന്മാരാണ്. ഇവിടുത്തെ അടുത്ത തലമുറയെ എടുത്തു നോക്കിയാൽ എന്തുവാ? എങ്ങനെയെങ്കിലും മുകളിലുള്ളവനെ മണിയടിച്ച് അധികാരം പിടിക്കണം, MLA ആവണം, മന്ത്രിയാവണം, വണ്ടിയിൽ കറങ്ങണം എന്നുള്ളതിനപ്പുറത്ത് എന്തുണ്ടൊരു നിഷ്കളങ്കമായ മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ആം ആദ്മി പാർട്ടി ക്ലച്ച് പിടിക്കുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും കൂടെ അതിൻ്റെ കൂടെ കൂടി ഏതാണ്ട് എടുത്തുകൊണ്ട് ഓടാൻ.
അത് വീണപ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇപ്പോൾ ആം ആദ്മിക്കാരെയും കാണാനില്ല. 2020 എന്നും പറഞ്ഞ ഒരാളിറങ്ങി വലിയ മൂവ്മെൻ്റാക്കി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ പുള്ളി ചക്കയും പിടിച്ചുകൊണ്ട് ആനയുടെ പുറകിൽ ആനപ്പിണ്ടം നോക്കി നടക്കുന്ന പോലെ നടക്കുകയാണ്. അതുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക്, അതുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി കൊച്ചിയിൽ ഒരുത്തനും വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ. ഒരുത്തനും വരില്ല. വരും എങ്ങനെയാണെങ്കിലെന്നറിയാമോ? കോക്രോച്ച് ജനതാ പാർട്ടി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അധികാരം പിടിച്ചാൽ ഇവിടെയെല്ലാം മലയാളി കോക്രോച്ചുകാരിറങ്ങും ഭാരവാഹിയാകാൻ. അതിൽ സാഹിത്യകാരന്മാർ കാണും, കലാകാരന്മാർ കാണും, ബ്ലോഗർമാർ കാണും, ബ്ലോഗർമാർ, അങ്ങനെ ഒരുപാട് പേര് വരും. പക്ഷേ അവിടെ വീണെന്നറിയുമ്പോഴോ ഈ മൂവ്മെൻറ്റ് നിർത്തി, എല്ലാം നിർത്തി. അതുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്കാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, യു ഷുഡ് കീപ് ദിസ് ആസ് എ സോഷ്യൽ മൂവ്മെൻറ്റ് ഓഫ് മോണിറ്ററിങ്, ഗിവിംഗ് ഡയറക്ഷൻ ആൻഡ് എ നാഷണൽ പെർസ്പെക്റ്റീവ് ടു ദ ഗവൺമെൻറ് റൂളിംഗ് ഇൻ ദ കൺട്രി, നോട്ട് ആസ് എ കൺവെൻഷണൽ പൊളിറ്റിക്കൽ party system. If you will go in a direction of political party system, you will end in itself. But if you can keep it as a democratic correctional forces, democratic correctional movement, and it is the need of the hour. All the best.